ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-22 വചനങ്ങൾ. 21-22 വചനങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങളുടെ എൻ്റെ കൂടെ ഏറ്റു പറയണം. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ജ്ഞാനസ്നാനമാണ്, യേശുവിൻ്റെ സ്നാനാനുഭവമാണ്. പക്ഷെ അവിടെ നാം വായിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സവിശേഷമായ പ്രാർത്ഥനയുടെ ഒരു അനുഭവമാണത്. ഇങ്ങനെ 3 സംഭവങ്ങൾ നമുക്കെടുത്ത് കാണിക്കാൻ സാധിക്കുക. ഇത്രമാത്രം ഈ തലങ്ങളെയെല്ലാം നമ്മൾ വിശദീകരിക്കത്തക്കവണ്ണം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ പ്രാർത്ഥനാനുഭവങ്ങളും ഇതുപോലെയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം ലഭിക്കുകയും പിതാവിൻ്റെ സ്വരം ശ്രവിക്കുകയും പുത്രപുത്ര അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതാകും. അപ്പോൾ ഇതൊരു 5 കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പ്രത്യേകം പറയാൻ സാധിക്കും. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്നാമതായി എന്താണ്? ഒന്നാമതായി സ്വർഗം തുറക്കപ്പെട്ടു. 2, പരിശുദ്ധാത്മാവ് സ്വർഗത്തിൻ്റെ പ്രതിനിധി ഇറങ്ങി വന്നു. 3, സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിച്ചു. 4, ഒരു പിതൃപുത്ര അനുഭവമുണ്ടായി. ഇവൻ്റെ പ്രിയപുത്രനാകുന്നു നല്ലിപ്പാട്. 4, പിതൃപുത്ര അനുഭവമുണ്ടായി. 5, ദൈവപ്രസാദം പ്രാപിച്ചു. ദൈവപ്രസാദം പ്രാപിച്ചു. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ 5 തലങ്ങളാണ്, പ്രാർത്ഥനയുടെ ഫലങ്ങൾ. അവിടുന്ന് യോർദാനിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിൻ്റെ പ്രതിനിധിയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു നരുളിപ്പാട്. പിതൃപുത്ര അനുഭവത്തിൽ ആഴപ്പെട്ടു. അവസാനം എന്താണ്? നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവപ്രസാദം പ്രാപിച്ചു. ഇതാണ് ഈ പ്രാർത്ഥന അനുഭവങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവിടെ 2ാമത് യേശു ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് സമയമനുസരിച്ച് നമുക്ക് കടന്നു വരാൻ സാധിക്കും. 9-ാമത്തെ അധ്യായം, ലൂക്കോസിന് സുവിശേഷം തന്നെ 9-ാം അധ്യായം 28 മുതൽ വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണമാണ്. അവനിത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോ എന്നിവരെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. ഏതിനു ശേഷം 8 ദിവസം കഴിഞ്ഞാണ്? അതിന് തൊട്ടു മുമ്പുള്ള സംഭവം പീഡാനുഭവവും ഉദ്ധാനവും യേശുവിൻ്റെ പ്രവചനം. യേശുവിൻ്റെ പ്രവർത്തനം, ഈ ലോകത്തിലുള്ള പ്രവർത്തനം പൂർത്തിയാകാറായി. യെരുശലേമിലേക്കാണ് യാത്ര ചെയ്യുന്നത്. യെരുശലേമിനെ നോക്കിക്കൊണ്ടുള്ള യാത്രയാണ്. യെരുശലേമിൽ തീർച്ചയായും ബലിപീഠമായി തീരുന്ന ഗോഗുൽത്തായുടെ മുകളിലേക്കാണ്, ആ കുരിശിലേക്കാണ് യേശുവിൻ്റെ കണ്ണ്. യേശു മനുഷ്യനുമാണ്. ഇല്ലെങ്കിൽ
എന്താണ്? ആ തൻ്റെ മാനുഷികതയിൽ യേശു ഭയപ്പെട്ടു, അതാണ്, നൊമ്പരപ്പെട്ടു, ആകുലത അനുഭവിച്ചു. ആ മാനുഷികമായ നിലയിൽ ഈ നൊമ്പരവും ഈ വികലതകളും തന്നെ ഏറ്റവും അധികം അറിയുന്ന തൻ്റെ ശിഷ്യന്മാരോട് പങ്കുവെച്ചു. അപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം എന്താണ്? ശിഷ്യന്മാര് യേശുവിനെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അവർ യേശുവിൻ്റെ മട്ടും ഭാവവും പ്രവർത്തനവും മനസ്സിലാക്കിയപ്പോൾ അവർ വിചാരിച്ചത് എന്താണ്? ഒരിക്കലും നഷ്ടക്കച്ചവടമാവുകയില്ല, യേശു വലിയ ആളാവും, യേശു അധികാരിയാവും, ഇന്നല്ലെങ്കിൽ നാളെ ഭരണത്തിലെത്തുമ്പോൾ അവിടെ കസേരകൾ നോക്കിയിരിക്കുന്നവരാണ് ഇവർ. അതാണ് 10-ാം അധ്യായത്തിൽ, മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. യാക്കോബും യോഹന്നാനും ഏറ്റവും നല്ല മക്കളാണവർ. എന്നിട്ട് പോലും അവരെന്താണ്? ഇടത്തും വലത്തുമുള്ള സ്ഥാനം തേടിക്കൊണ്ട് ചെല്ലാനിടയായത് അത് യാദൃച്ഛികമല്ല, അവരുടെ ഇടയിലുള്ള ചർച്ചാ വിഷയമാണ്. യേശു കേൾക്കാതെയുള്ള ചർച്ചകളെല്ലാം ഇങ്ങനെയാണ് പോകുന്നത്. അതാണ്, മാനുഷികമായ നിലയിലാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങളിലേക്ക് പിൻബലം നൽകുന്ന ശിഷ്യന്മാരായി അവരെ രൂപാന്തരപ്പെടുത്താൻ യേശുവിന് സാധിച്ചില്ല. അപ്പോൾ യേശുവിന് ഒരു കാര്യം മനസ്സിലായി. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് വിചാരിക്കും. ചെറുപ്പത്തിലാകുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും അവരുണ്ട്, ഇവരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഒന്നിച്ച് പഠിച്ചവരുണ്ട്, സഹപ്രവർത്തകരുണ്ട്, ഒരാവശ്യം വന്നാൽ അവരുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കും. അതാണ് ഇപ്പോൾ ഈ പ്രളയം വന്നപ്പം തന്നെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ്, ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത്, നമുക്ക് സാധിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. അപ്പോൾ ഇവിടെ പത്രോസ് യേശുവിനെ ശാസിച്ചു. അപ്പോൾ നിയന്ത്രിക്കാൻ വയ്യാതെ വന്നപ്പോഴാണ്, സാധാരണ എന്താണ്, ഗുരുവാണ് ശിഷ്യന്മാരെ ശാസിക്കുന്നത്. എന്നാൽ ഇവിടെ അടക്കാൻ വയ്യാത്ത രോഷം കൊണ്ടാണ് പത്രോസ് യേശുവിനെ ഉപദേശിക്കാനും ശാസിക്കാനും തയ്യാറായത്. ശിഷ്യൻ ഗുരുവിനെ ഉപദേശിക്കാൻ തയ്യാറായി. ഇതല്ല ശാശ്വതമായിട്ടുള്ളത്, ഇതൊക്കെ മടയത്തരമാണ്. അതുകൊണ്ട് എന്താണ്, നീ കുരിശിനെ പറ്റി നീ മിണ്ടിപ്പോകരുത്. ഞങ്ങളൊക്കെ വീടും കൂടും കളഞ്ഞ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് നിന്റെ കുരിശ് കാണാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിന്റെ മഹത്വം, ഈ ലോകത്തിലുള്ള നിന്റെ മഹത്വം കാണാൻ വേണ്ടിയാണ് എന്ന്. നിന്റെ മഹത്വം കാണാൻ വേണ്ടിയാണ് എന്ന്. അപ്പോഴാണ് യേശു പത്രോസിനെ ശാസിച്ചു. മരുഭൂമിയിൽ വെച്ച് തന്നെ പ്രലോഭിപ്പിക്കാൻ വന്ന ഈ രക്ഷയുടെ പാതയിലേക്ക് തൻ്റെ ജീവിതത്തെ തിരിച്ചു വിട്ടുകൊണ്ടുള്ള തൻ്റെ പോരാട്ടം ആരംഭിക്കുന്ന മരുഭൂമിയിൽ വെച്ചു തന്നെ തന്നെ വീഴ്ത്താൻ വേണ്ടി വന്ന പ്രലോഭകൻ ഇതാ അരിമ ശിഷ്യൻ്റെ, പ്രഥമ ശിഷ്യൻ്റെ രൂപത്തിൽ അവനിലൂടെ തന്നെ പ്രലോഭിപ്പിക്കുന്നു, പിന്തിരിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, സാത്താനെ നീ പിറകിൽ പോകുക. അപ്പൊ സാത്താന്യ വിചാരങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ മാനുഷികമായ ചിന്തകൾ മതിയാവുകയില്ല, മറിച്ച് ദൈവീകമായ ഉൾക്കാഴ്ച ഉൾക്കൊള്ളുമ്പോൾ, ആ ജ്ഞാനം ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. യേശു പഠിപ്പിച്ചതെല്ലാം കേട്ടു, അത്ഭുതങ്ങളൊക്കെ കണ്ടു, അതൊക്കെ ബൗദ്ധികമായ അറിവ് മാത്രമായി അവർ സൂക്ഷിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പിൻപിലുള്ള ജ്ഞാനം ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം മാത്രമാണ് അവർക്ക് സാധിച്ചത്. അതുകൊണ്ട് യേശു അവനെ ശാസിച്ചു. മരുഭൂമിയിൽ വെച്ച് പ്രലോഭകനെ ശാസിച്ച അതേ ഒരു ശക്തിയോടെ ആ പ്രലോഭകൻ മറുരൂപപ്പെട്ട് ശിഷ്യന്റെ രൂപത്തിൽ വരുന്നത് കണ്ടപ്പോൾ അവനെ ശാസിച്ചു, പിന്നോട്ട് പായിച്ചു. പ്രിയപ്പെട്ടവരെ, സാത്താൻ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മെ നയിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. സാത്താൻ ശാസിക്കപ്പെടേണ്ടവനാണ്. ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അഭിഷേകത്തിൻ്റെയും ശക്തിയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ സാത്താനെ ശാസിക്കാൻ സാധിക്കുള്ളൂ. അവനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ ലോകത്തിൻ്റെ ശുശ്രൂഷകളാണ്, ഈ ലോകത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അവനെ പിന്നിലേക്ക് വായിച്ചുകൊണ്ട് മാത്രമേ നമുക്ക്
ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ സാധിക്കുള്ളൂ. അതിന് എന്താണ് ഇവരുടെ ഒരു കൂട്ടായ്മ കിട്ടുകയില്ല എന്ന് മനസ്സിലായി. യേശു പിന്നീട് എന്താണ്, മനുഷ്യരിലേക്ക് ആശ്രയം വെച്ചിട്ട് കാര്യമില്ല എന്ന് കണ്ടു. അതിനുശേഷം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി. ഈ സംഭവം യേശു ഈ 8 ദിവസവും ധ്യാനിച്ചിട്ടുണ്ടാവും. യേശുവിന് മനസ്സിലായി, ഈ ശിഷ്യന്മാരിൽ നിന്നല്ല മനുഷ്യരിലൊന്നും ആശ്രയം വെച്ചിട്ട് കാര്യമില്ല. ഇതാണ് നമുക്കും ഉണ്ടാകേണ്ട തിരിച്ചറിവ്. അതിനുശേഷം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് ഉയർന്നൊരു മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് മുഖഭാവം മാറി. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവിടുത്തെ മുഖഭാവം മാറിയത്. അവൻ തേജസ്സോടെ കാണപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ മുഖത്താണ് തേജസ് ഉണ്ടാവുക. അത് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനാണ് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അധരം മാത്രമല്ല, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും വ്യാപരിക്കുന്നത് ഈ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ തേജസ്സോടെ കാണപ്പെട്ടു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് മുഖഭാവം മാറി. അവൻ്റെ വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. യോർദാനിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൻ്റെ പ്രതിനിധിയായി ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. താബോറിൽ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ പ്രതിനിധിയായി ആര് വന്നു? മോശയും ഏലിയായും ഇറങ്ങി വന്നു. എന്തുകൊണ്ടാണ് മോശയും ഏലിയായും ഇറങ്ങി വരാൻ കാരണം? യേശു ഇന്ന് അനുഭവിക്കുന്ന മാനസികമായ സംഘർഷം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തൻ്റെ പീഡാനുഭവത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയുമുള്ള ആ ഒരു വ്യഗ്രതകളാണ്, ചിന്തകളാണ്. ഇതെവിടെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? ആദ്യത്തെ ദൈവത്തിൻ്റെ പദ്ധതി പർദീസായിൽ അസ്തമിച്ചപ്പോൾ പുതിയ രക്ഷയുടെ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത് മോശയുടെ ഗ്രന്ഥത്തിലൂടെയും പ്രവചന ഗ്രന്ഥങ്ങളിലൂടെയുമാണ്. പഞ്ചഗ്രന്ഥിയിലൂടെയും പ്രവചന ഗ്രന്ഥങ്ങളിലൂടെയുമാണ്. ഇത് വിശദീകരിക്കാൻ വേണ്ടിയാണ് പഞ്ചഗ്രന്ഥി. മോശയുടെ പേരിലാണ് മോശ ഇറങ്ങി വന്നത്. തീഷ്ണതയുള്ള ഏലിയ പ്രവാചകൻ പ്രവചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ദൈവിക പിതാവിൻ്റെ പദ്ധതി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി വന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഓർമ്മിക്കുക, നാം ദൈവസന്നദ്ധിയിൽ മുട്ടുമടക്കിയാൽ എന്താണ് ഒന്നാമത്തെ കാര്യം? സ്വർഗം തുറക്കപ്പെടും. അതാണ് സ്വർഗം തുറക്കപ്പെടും. സ്വർഗം തുറക്കപ്പെടും. അപ്പോസ്തലപ്രവർത്തനം 8-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യൻ, യെരൂശലേം, ഷണ്ഡനായ മനുഷ്യൻ, അതാണ് ഷണ്ഡനായ മനുഷ്യൻ, യെരൂശലേമിൽ ആരാധിക്കാൻ പോയിട്ട് മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ അവൻ തീവ്രമായ ആഗ്രഹത്തോടെ വചനം തുറന്നു. അത്രയേ ഉള്ളൂ. വചനം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവൻ അന്ന് ലഭ്യമായ ഒരു ആത്മീയത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ആത്മീയതയല്ല, മറിച്ച് അന്ന് നിലനിന്നിരുന്ന യെരൂശലേം ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആത്മീയതയാണ്. അത് അപൂർണമാണ്. പക്ഷേ നാം അപൂർണമാവാം, നാം വളയത്തിന് പുറത്തു ചാടുക എന്നുള്ളതല്ല. അവിടെ നിന്നുകൊണ്ട് ആ ആത്മീയതയിൽ ആഴപ്പെടുമ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മെ വളർത്തും. അവൻ തീവ്രമായ ആഗ്രഹത്തോടെ വചനം തുറന്നപ്പോൾ ആരെ അയച്ചു കൊടുത്തു? ഈ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനെ ഈ ഷണ്ഡനായ മനുഷ്യൻ്റെ അടുത്തേക്ക് അയച്ചു കൊടുത്തത് നിങ്ങൾക്കറിയാം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ ഈ അവസരത്തിൽ കടക്കുന്നില്ല. അവൻ രഥത്തോടെ ചേർന്ന് നടന്നു. അവൻ വായിക്കുന്നത് കേട്ടിട്ട് ചോദിച്ചു, നീ ഇത് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, വ്യാഖ്യാനിച്ചു തരുന്നില്ലെങ്കിൽ എങ്ങനെ മനസ്സിലാകും? അവൻ രഥം നിർത്തി. അവൻ്റെ ജീവിതത്തിൽ അവന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ജീവിതത്തിൻ്റെ ഏടുകളെ ചേർന്നിരുന്നു കൊണ്ട് ഈ അപ്പോസ്തലൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഞാൻ സൂചിപ്പിക്കുന്നത്,
തീവ്രമായ ആഗ്രഹത്തോടെ ദൈവസന്നദ്ധിയിൽ നാം മുട്ടുമടക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ദൂതൻ അയക്കപ്പെടും. നാം കാണുന്നില്ല, ദൈവദൂതൻ അയക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചം കിട്ടാൻ, അഭിഷേകം ലഭിക്കാൻ ആവശ്യമാകുന്ന മാർഗങ്ങൾ ദൈവം നമുക്ക് തുറന്നു തരും. അതുകൊണ്ട് ഒറ്റപ്പെട്ട് കണ്ണീരൊഴുക്കി നമ്മുടെ ഏകാന്തതയിൽ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഓർമ്മിക്കുക, സ്വർഗം നിന്നെ ശ്രദ്ധിക്കുന്നു. അതാണ് നിന്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. അതാണ് നിന്നെ വ്യത്യസ്തമായൊരു മേഖലയിലേക്ക് നയിക്കാൻ, നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സ്വർഗത്തിൻ്റെ പ്രതിനിധി അയക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം. അതാണ് നമ്മൾ കുറേ നേരം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണീരൊഴുകിപ്പോയത് കൊണ്ടല്ല, സ്വർഗത്തിൻ്റെ ഇടപെടലുണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യോർദാനിലുണ്ടായ അതേ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ. സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിൻ്റെ പ്രതിനിധിയായി മോശയും ഏലിയായും ഇറങ്ങി വന്നു. അവിടെ എന്തിനെ പറ്റിയാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? ഈ കുരിശിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണോ ചർച്ച ചെയ്തത്? അവരെന്താണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അവൻ്റെ യെരൂശലേമിൽ നടക്കാൻ പോകുന്ന കടന്നുപോകലിനെ പറ്റി അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. മറ്റു വിഷയങ്ങളൊന്നുമല്ല അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. യെരൂശലേമിൽ ഉണ്ടാകാൻ പോകുന്ന കടന്നുപോകലിനെ പറ്റി, അവൻ്റെ പീഡാനുഭവത്തെ പറ്റി അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അടുത്തു തന്നെ യെരൂശലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോട് കൂടെ നിന്ന ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. അവനിത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിലുള്ളായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിച്ചു. സ്വർഗത്തിൻ്റെ പ്രതിനിധികൾ ഇറങ്ങി വന്നു. ദൈവപ്രസാദം പ്രാപിച്ചു. ഈ ഘടകങ്ങളെല്ലാം ഈ പ്രാർത്ഥനാനുഭവത്തിൽ നാം കണ്ടെത്താൻ സാധിക്കും. പത്രോസും മറ്റ് ശിഷ്യന്മാർ 2 പേരും, പത്രോസും യാക്കോബ് യോഹന്നാനും, ഉറക്കം വരുന്നുണ്ട്. സാധാരണ യേശു ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പോകും. യേശു മാറിയിരുന്ന് പ്രാർത്ഥിക്കും, ഇവർ കിടന്ന് ഉറങ്ങും. അതാണ് ഇവരുടെ പതിവ്. എന്നാൽ ഇവിടെ ശിഷ്യന്മാർക്ക് ഒരു പ്രാർത്ഥനാനുഭവം ഉണ്ടായി. അതാണ് ശിഷ്യന്മാർക്ക് ഒരു പ്രാർത്ഥനാനുഭവം ഉണ്ടായി. അവർ നിദ്രാവിവശരായിരുന്നു എങ്കിലും ഉണർന്നിരുന്നു എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ബലഹീനരായ മനുഷ്യരാണ്. ഈ ജഡം തീർച്ചയായും നമ്മൾ പരിക്ഷീണിതമാകുന്ന ഒന്നാണ്, പ്രലോഭിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ഏകാഗ്രത കണ്ടെത്താൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ദൈവസന്നദ്ധിയിൽ ഉണർന്നിരിക്കാൻ സാധിക്കുക. നിദ്രാവിവശരായിരുന്നിട്ടും ഉണർന്നിരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥനാനുഭവം. പലപ്പോഴും നമുക്ക് അത്രേ സാധിക്കുള്ളൂ. ചിലപ്പോൾ നമ്മളെന്താണ്, കിടന്നുറങ്ങിപ്പോവും. ഉറങ്ങിയാലും ആ ഉറക്കവും ദൈവത്തിൽ ലയിച്ചു ചേർന്നുള്ള ഒരു ഉറക്കമാക്കി രൂപാന്തരപ്പെടുത്തി ആ ഉറക്കവും ദൈവസന്നദ്ധിയിൽ നാം സമർപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം മണ്ണ്, നമ്മളൊക്കെ പൂഴി, നമ്മളൊക്കെ ബലഹീനര്. ഈ ജഡത്തിൻ്റെതായ പലതരത്തിലുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഈ പരിമിതികൾക്കപ്പുറം ദൈവത്തിൻ്റെ ആ ഹൃദയത്തോട് നമ്മളുടെ തല ചായ്ച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഉറങ്ങാനെങ്കിലും കഴിഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ്. കുർബാനയുടെ മുമ്പിൽ പോയിരുന്നു കൊണ്ട് നാം എന്താണ്, ഒന്നും നമുക്ക് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ നമുക്ക് സാധിക്കും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും അവർക്ക് മനസ്സിലായില്ല.
ഈ വചനമൊന്നും അവർക്ക് വ്യാഖ്യാനിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, ഒന്നും മനസ്സിലായിട്ടില്ല അവർക്ക്. എങ്കിലും അവരെന്താണ്? അവര് ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. അതാണ് ബലഹീനരായ മനുഷ്യർ. അവര് ഈ നിദ്രകളെയൊക്കെ ഒന്ന് അതിജീവിച്ചുകൊണ്ട് വെറുതെ ഒന്ന് ഉണർന്നിരുന്നു. ചിലപ്പോൾ നമുക്ക് അങ്ങനെയാണ്. നമ്മൾ പറയുമല്ലോ, ഞാൻ വെറുതെ കർത്താവിൻ്റെ മുമ്പിൽ പോയിരുന്നു. ചില പുണ്യവാന്മാരും പറയുന്നത് അങ്ങനെയാണ്, പലരും പറഞ്ഞിട്ടുള്ള അനുഭവം നമുക്കറിയാം. അത് മതി ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇതൊരു നിഴല് പോലെ മാത്രമാണ് പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഉണ്ടായത്. ഈ ഒരു അനുഭവം പോലും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരനുഭവമായിരുന്നു എന്നുള്ളത് കൊണ്ട് അവർ പറയുകയാണ്, നമുക്കിനിയും താഴേക്ക് പോകണ്ട, അവിടെ മറ്റ് ശിഷ്യന്മാരുണ്ട്, അവരെപ്പറ്റി ഓർത്തില്ല. പത്രോസിനാണെങ്കിൽ അമ്മായിയമ്മയുണ്ടെങ്കിൽ ഭാര്യയുമുണ്ട്, യാതൊരു സംശയമില്ല. ആ വീടും കൂടുമെല്ലാം ഉണ്ട്. പക്ഷേ സ്വയം മറക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവർ ഉയർന്നു. അതിന് പൂർണ്ണമായൊരു അനുഭവം ഉണ്ടായതല്ല, നേരിയ അനുഭവം പോലും പ്രിയപ്പെട്ടവരെ നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതാണ് ഈ ഘടകങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ലൂക്കോസിന്റെ തന്നെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ, 22-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങളിൽ, അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി, ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. രാത്രിയിലാണ്. ഒലിവുമലയിൽ പോയി. യേശു ഈ അന്ത്യ അത്താഴത്തിന് ശേഷമാണ് സാധാരണ യേശുവിനോടൊപ്പം പോയിട്ട് ഇവർ ഉറങ്ങുകയാണ് പതിവ്. ശിഷ്യന്മാരും അവരെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കുവീൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എന്ത് മാനുഷികമായ ഒന്നാണിത്, അത്രമാത്രം അസഹനീയമായ ഒന്നാണ്. എന്താണ് അവിടെ യേശു കാണുന്നത്? ഞാൻ ഉൾപ്പെടെയുള്ള 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരുൾപ്പെടെയുള്ളവരുടെ അവിശ്വസ്തതകളും പാപങ്ങളുമെല്ലാം തൻ്റെ പീഡാനുഭവവും മരണവും ഉണ്ടായി. എന്നിട്ടെന്താണ്? ആ പൗരോഹിത്യത്തിലും ശ്രേഷ്ഠാചാര്യത്വത്തിലും ഭാഗവാക്കാകാൻ വരെ അവസരം ലഭിക്കുന്നത് വരെ അവരുൾപ്പെടെയുള്ളവർ എന്നെ ഒറ്റിക്കൊടുക്കുന്ന ആ അനുഭവങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നപ്പോൾ മാനുഷികമായി ഇത് വ്യർത്ഥമാണോ എന്ന് പോലും തോന്നിയിട്ടുണ്ടാവും. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ. പച്ച മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ്. നാം പലപ്പോഴും നമ്മുടെ ബലഹീനതയിൽ പ്രാർത്ഥിച്ചു പോകുന്നതാണ്. അവിടെ അവസാനിപ്പിക്കാൻ പാടില്ല. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് പ്രാർത്ഥന പൂർത്തീകരിക്കുന്നത്. അതാണ് എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം നീ അകറ്റണം, എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ തന്നെ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അതാണ് ഇവിടെ കരയുന്ന ഒരുവന്റെ മുമ്പിൽ വാതിലടച്ച് ഇരിക്കാൻ ദൈവത്തിന് കഴിയില്ല. വീണ്ടും സ്വർഗം തുറക്കപ്പെട്ടു. അതാണ് വീണ്ടും സ്വർഗം തുറക്കപ്പെട്ടു. ദൈവദൂതൻ ഇറങ്ങി വന്നു. അവൻ ചോദിച്ചത് ഈ പാനപാത്രം നീങ്ങിപ്പോകാനാണ്. യേശു നൽകിയത് ഈ പാനപാത്രം സ്വീകരിക്കാൻ തന്നെ ശക്തിപ്പെടുത്തുന്നതിന് ദൂതനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. രോഗങ്ങളാകാം, കഷ്ടപ്പാടുകളാകാം, കടബാധ്യതകളാവാം, പലതരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നാം ഒരു പ്രാർത്ഥന കൊണ്ടെല്ലാം പരിഹരിക്കപ്പെടുന്നില്ല എന്നൊരു പക്ഷേ നമുക്ക് തോന്നുന്നുണ്ടാവാം. ഇതിലൂടെ നേടേണ്ട കൃപ, ആ കൃപ നഷ്ടപ്പെടാതെ സഹിക്കുന്നതിനാവശ്യമാകുന്ന ശക്തി പകർന്നുകൊണ്ട് ഉന്നതത്തിൽ നിന്ന് ദൂതന്മാരെ അയച്ചു തരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കൃപ. നാം പലപ്പോഴും ഇപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന പരാതി പറയുന്നുണ്ടാവാം. ആ പ്രാർത്ഥനകളെല്ലാം ശ്രമിച്ചതാണ് ഈ സഹനം രക്ഷണീയമായൊരു സഹനമാക്കി രൂപാന്തരപ്പെടുത്താൻ, അത് തലമുറകൾക്ക് അനുഗ്രഹമായി തീരാൻ,
അനേകരുടെ വിശുദ്ധീകരണത്തിനും മാനസാന്തരത്തിനും പര്യാപ്തമാവണം അവിടുന്ന് അത് നൽകി. അവിടുന്ന് നൽകിയ സമ്മാനമാണ്. പക്ഷേ ഇത് സഹിക്കുന്നതിന് ആവശ്യമാകുന്ന ശക്തി ഒരു അഭിഷേകമായി നമുക്ക് നൽകുന്നുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ പഠിപ്പിക്കുന്ന പാഠം, യേശുക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത്, നാം ഉള്ളുരുകി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ സ്വർഗം തുറക്കപ്പെടും. സ്വർഗത്തിൻ്റെ ശക്തി നമ്മിലേക്ക് എഴുന്നള്ളി വരും. സ്വർഗത്തിൻ്റെ പ്രതിനിധികൾ അയക്കപ്പെടും. സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കും. പുത്രപുത്ര അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിലൂടെയാണ് ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കുന്നത്. നാം അവിടുത്തെ സന്നദ്ധിയിൽ ഇതെല്ലാം, പിതാവേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥന പൂർത്തിയാക്കുമ്പോൾ നാം ദൈവപ്രസാദം പ്രാപിക്കുന്നു.